പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പേര് മുഹസിൻ. ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും SSLC എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു. +1 അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ +1 സയൻസ് വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, സയൻസ് ഓപ്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. നിങ്ങൾ സയൻസ് സെലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യ പടിയായിരിക്കാം സയൻസ് +1 അല്ലെങ്കിൽ +1 +2 ഹയർ സെക്കൻഡറിയിലെ സയൻസ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം. നമുക്കറിയാം, മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളെ അപേക്ഷിച്ച് സയൻസ് വിഷയത്തിന് വളരെ വിശാലമായിട്ടുള്ള, കൂടുതൽ മേഖലകൾ വ്യാപിച്ച് വിശാലമായി കിടക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ എത്തേണ്ടത് അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഈ ഒരു സയൻസ് വിഷയം ചൂസ് ചെയ്തിട്ടുണ്ടാവാം. എന്തായിരുന്നാലും സയൻസ് വിഷയം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സയൻസ് വിഷയത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകൾ, നമ്മളെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും, ഇംഗ്ലീഷ് അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഈ ലാംഗ്വേജ്, അതെല്ലാ ഓപ്ഷനുകളിലും ഉള്ളതാണ്. അതിന് പുറമെ നമുക്ക് പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനായിട്ട് വരിക. ഈ 4 സബ്ജക്റ്റുകളിൽ സാധാരണ മിക്കവാറും എല്ലാ സയൻസ് ഓപ്ഷനുകളിൽ വരുന്ന പ്രധാനമായിട്ട് വരുന്ന 2 സബ്ജക്റ്റുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി. കൂടാതെ ബയോളജി വരാറുണ്ട്, മാത്തമാറ്റിക്സ് വരാറുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വരാറുണ്ട്. അതുപോലെ മറ്റു ചില മേഖലകളും സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഇതിൽ ബയോളജി വീണ്ടും 2 ബ്രാഞ്ചുകളായിട്ട് മാറുന്നുണ്ട്. ബയോളജി തന്നെ 2 പോർഷനുകളാണ്. ഒന്ന് ബോട്ടണി, മറ്റൊന്ന് സുവോളജി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. ഈ എൻട്രൻസ് എക്സാമിന് വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു വിഷയം തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി എക്സാമുകളായിരിക്കും, കോമ്പിനേഷനായിട്ടായിരിക്കും സാധാരണ എക്സാമുകൾ ഉണ്ടാവുക. അപ്പോൾ എന്തായിരുന്നാലും ഫിസിക്സ് അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 10ാം ക്ലാസ് വരെ നിങ്ങൾ ഹൈസ്കൂൾ തലത്തിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈസ്കൂളിന് മുമ്പ് നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് പഠിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് 3 വിഷയങ്ങളായി തന്നെ നിങ്ങൾ കൂടുതൽ പേരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ എന്താണോ ഫിസിക്സ് പഠിച്ചത് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ശരിക്കും +1 +2 വരുന്നത്. അപ്പോൾ നമുക്ക് +1 വരുമ്പോൾ, നമ്മൾ +1 ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ +1 ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത് എന്നുള്ള അതിനെക്കുറിച്ചൊരു ഒരു ബ്രീഫായിട്ട് ബ്രീഫായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. +1 നിങ്ങൾ വരുമ്പോൾ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്സിൽ പ്രധാനമായിട്ടും 2 പാർട്ടുകളായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സാധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2. ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്ന ഭാഗത്ത് 8 ചാപ്റ്ററുകളും, പാർട്ട് 2 എന്ന് പറയുന്ന സെക്കൻഡ് വോള്യത്തിൽ 7 ചാപ്റ്ററുകളും പഠിക്കാണ്ട് ആകെ 15 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ, അതായത് 1ാം വർഷം ഹയർ സെക്കൻഡറിയിലെ 1ാം വർഷത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ പാർട്ട് 1 നമുക്ക് പഠിക്കേണ്ട ആ 8 ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്നാമതായിട്ട് വരുന്ന ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. നമ്മൾ സാധാരണ ഫിസിക്സ് പഠനം തുടങ്ങുമ്പോൾ, സയൻസിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സിൽ നമ്മൾ പഠനം തുടങ്ങുമ്പോൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, ഫിസിക്സിൻ്റെ സ്കോപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സിൽ പല തരത്തിലുള്ള സംഭാവനകൾ തന്നിട്ടുള്ള സയൻറ്റിസ്റ്റുകളെക്കുറിച്ച്, അതുപോലെ തന്നെ ചില പ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ലോകൾ, ചില ഫോഴ്സുകളെക്കുറിച്ച്,
ഇങ്ങനെയുള്ള കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഇത് സാധാരണ എക്സാം പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. എക്സാമിന് അത്രത്തോളം പ്രാധാന്യമില്ലാത്ത എന്നാൽ കൂടുതൽ വായന നന്നായിട്ട് വായിച്ചെടുക്കേണ്ട നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഫിസിക്സിൻ്റെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കുറഞ്ഞൊരു ഏരിയ, അതായത് എക്സാമിന് സാധാരണ എപ്പോഴും 1 മാർക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ അതിനകത്തുണ്ട്. ആ ഏരിയ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിനുശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ 8ാം ക്ലാസ്സിൽ സാധാരണ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. മലയാളം മീഡിയത്തിലാണെങ്കിൽ അളവുകളും ഏകകങ്ങളും യൂണിറ്റുകളും എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെയൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ, അളവുകളെ നമുക്കെങ്ങനെ അളന്നെടുക്കാൻ പറ്റും, അതിനുപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെ മെത്തേഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളവുകൾ എടുക്കാം എന്നുമായി ബന്ധപ്പെട്ട് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതുപോലത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് സാധാരണ എല്ലാവരും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് ഇതാണ് കൺസിഡർ ചെയ്യുക. കാരണം ഇതിന് മുമ്പത്തെ ഫിസിക്കൽ വേർഡ് എന്ന് പറയുന്ന ചാപ്റ്റർ സാധാരണ ആരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്ത ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഹായ്, ഞാൻ റാഹില. ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ആയിരുന്നു. ഇനി ഞാൻ തിരഞ്ഞെടുക്കുന്നത് സയൻസ് ആണ്. അതിനുവേണ്ടി ഞാൻ കടുങ്ങാത്തുണ്ടിലെ സയൻഷ്യ കോച്ചിങ് സെൻ്ററാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സയൻഷ്യയിൽ എൻട്രൻസ് വിത്ത് ട്യൂഷനാണ്. 22 വർഷമായിട്ട് വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സയൻഷ്യൻ്റെ റിസൾട്ട് തന്നെയാണ് കടുങ്ങാത്തുണ്ട് സയൻഷ്യ വന്നപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് +1 സയൻഷ്യയിലെ ഓൺലൈൻ ക്ലാസ്സിന് ഞാനും ജോയിൻ ചെയ്തു. നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ 2 ചാപ്റ്റർ, അതിനുശേഷം മൂന്നാമതായിട്ട് വരുന്ന ചാപ്റ്ററും നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള മോഷൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ചാപ്റ്റേഴ്സാണ്. 8th പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിലും 3rd ചാപ്റ്ററായിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ലോസ് ഓഫ് മോഷൻസ് ഒക്കെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 ഇക്വേഷൻസ് അല്ലേ, V = U+AT 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു ഓർമ്മ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. S = UT + ½ AT², V² = U² + 2AS എന്നൊക്കെ പറയുന്ന ഒരു 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുക്കളുടെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ശരിക്കും +1 നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, കൂടുതലും പഠിക്കുന്നത് ഫിസിക്സിലെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അതായത് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മോഷൻ, അതിൻ്റെ വേഗത, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആക്സലറേഷൻ, അതുമായി അതിൻ്റെ മൊമെൻറ്റം, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രസകരമായിട്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. പിന്നെ അതിനുശേഷം 4ാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇപ്പോൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ മോഷൻ ഇൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അതൊരു പ്ലെയിനിലൂടെ, ഒരു പ്രതലത്തിലൂടെ ഉണ്ടാകുന്ന മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അതിലെന്തൊക്കെ മെഷർ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വളരെ പ്രധാനമായിട്ട് വരുന്നൊരു ഭാഗമാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ, അതിലാണ് നമ്മൾ ന്യൂട്ടൻ്റെ ലോകളൊക്കെ പഠിക്കുക. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനേർഷ്യ എന്താണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് 9th സ്റ്റാൻഡേർഡിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വർക്ക്, എനർജി, പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. 9th എന്താണോ പഠിച്ചത് അതേ സംഗതികൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് അധികം പഠിക്കാനുണ്ടാവുമെന്നേ ഉള്ളൂ. കുറച്ച് ഡെറിവേഷൻസ് അതിലധികമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും.
അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ നമ്മൾ വർക്ക് എനർജി പവറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി നമ്മൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം നിങ്ങൾ പഠിച്ചതായിരിക്കും 9th സ്റ്റാൻഡേർഡിൽ. അതുതന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. പിന്നെ പവർ എന്താണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വർക്ക് ഡൺ നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും. അത് നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്യാണ്. അതോടുകൂടെ കുറച്ചുകൂടിയും എന്തെങ്കിലും അധികം നിങ്ങൾ എന്ത് ചെയ്യും, ഈ +1 പഠിക്കും. എൻ്റെ പേര് ചാന്ദിനി ബോസ്. എനിക്ക് SSLCയിൽ ഫുൾ A+ ആണ് കിട്ടിയത്. അപ്പം +1 ഞാൻ സയൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിനുള്ള ട്യൂഷനായിട്ട് ഞാൻ കടുങ്ങാത്തുണ്ടിലെ സയൻഷ്യ കോച്ചിങ് സെൻ്ററാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. വളാഞ്ചേരിയിൽ കുറേ നാളായിട്ട് നല്ല റിസൾട്ട് കിട്ടി വരുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ്, അത് കടുങ്ങാത്തുണ്ടിൽ വന്നതുകൊണ്ടാണ് ഞാൻ സയൻഷ്യ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ സയൻഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ആ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിന് ശേഷം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, കറങ്ങിക്കൊണ്ടുള്ള മോഷൻ അല്ലേ. ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ അളവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അതിൻ്റെ കറക്കത്തിൻ്റെ വേഗത, സ്പീഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഈ 7th ചാപ്റ്റർ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ. ഇതും ക്ലാസിക്കൽ മെക്കാനിക്സിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷമാണ് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരേ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഗ്രാവിറ്റേഷൻ എന്താണ്, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഗ്രാവിറ്റേഷന്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ നിങ്ങൾ അതിൽ കേട്ട എന്തെങ്കിലും ഒരു കേട്ട എന്താണ്, ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എർത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും 8 ചാപ്റ്ററുകളാണ് നമ്മുടെ ഫിസിക്സിലെ പാർട്ട് 1 എന്ന് പറയുന്ന ഫസ്റ്റ് വോള്യത്തിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് വോള്യത്തിലേക്ക് പാർട്ട് 2ലേക്ക് വരുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ്, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അതായത് 9th ചാപ്റ്റർ ആയിട്ട് വരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ് മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ആ സബ്സ്റ്റൻസുകളൊക്കെ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക, അതിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, അതുമായിട്ട് അതിൻ്റെയൊക്കെ മെക്കാനിക്കൽ അതിൻ്റെ പല പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. സോളിഡ്സിൻ്റെ ഈ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ 10th ചാപ്റ്ററുടെ പേരാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട, ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡ്സ് ആർ സംതിങ് ദേ ക്യാൻ ഫ്ലോ, ഒഴുകാൻ പറ്റുന്ന വസ്തുക്കളെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഫ്ലൂയിഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എങ്ങനെ പറയാം, എയർ ഫ്ലൂയിഡാണ്, അതുപോലെ തന്നെ വാട്ടർ ഇറ്റ്സ് ആൾസോ ഫ്ലൂയിഡ്. അപ്പോൾ ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ്സ്. ഈ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒഴുക്കിൻ്റെ വെലോസിറ്റി, അതിൻ്റെ വിസ്കോസിറ്റി, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ. അതിൽ പ്രധാനമായിട്ടും 1-2 തിയറംസ് വരുന്നുണ്ട്. ഒരു ലോ വരുന്നുണ്ട്, പാസ്കൽസ് ലോ. അതും നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഫ്ലൂയിഡ് എന്താണ്, ഫോഴ്സസ്, ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, 9th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പാസ്കൽസ് ലോയും അതുപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന 3 ചാപ്റ്റേഴ്സ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന, തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് തെർമോ. അപ്പോൾ തെർമോഡൈനാമിക്സ് അതായത് ഹീറ്റ്, അതിൻ്റെ ഫ്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിനെയാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ വരുന്ന ചാപ്റ്ററുകളാണ്, അതിൽ പെടുന്ന ചാപ്റ്ററുകളാണ് അടുത്ത 3 ചാപ്റ്ററുകൾ. അതായത് 11, 12, 13 ചാപ്റ്ററുകൾ. അതിൽ 11ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടി, ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെർമൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ്
12th ചാപ്റ്ററിൻ്റെ പേരാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ആ ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ലോകൾ, നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കും. തെർമോഡൈനാമിക്സിൽ വരുന്ന കുറച്ച് നിയമങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് രസകരമായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഈ തെർമോഡൈനാമിക്സിലൊക്കെ വരുന്ന സംഗതികളൊക്കെ. ഓക്കെ, അതിനുശേഷം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, 13th ചാപ്റ്ററിൻ്റെ പേരാണ് കൈനറ്റിക് തിയറി. അതായത് ഗതിക സിദ്ധാന്തം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചലനവുമായിട്ട്, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ, വാതക തന്മാത്രകളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില സംഗതികൾ, അതുമായിട്ട് ചില ലോകൾ, ചില നിയമങ്ങളൊക്കെ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അത്രയും പഠിച്ചു. 13 ചാപ്റ്റർ വരെ നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം 2 ചാപ്റ്റർ കൂടെ ഉണ്ട്. ആ 2 ചാപ്റ്ററുകളും ഒരു കണ്ടിന്യൂഷനുള്ള അടുത്തടുത്ത്, അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ചാപ്റ്ററുകളാണ്. അതിൽ 14ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓസിലേഷൻ എന്നാണ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വൈബ്രേഷൻ, ദോലനം എന്നൊക്കെ പറയാം. ഓസിലേഷൻ, ഓസിലേറ്ററി മോഷൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. ഇപ്പോൾ ഒരു ക്ലോക്കിലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ ഒരു പെൻഡുലത്തിൻ്റെ മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള മോഷനുകൾ, ഓസിലേഷൻ മോഷനുമായി അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ തുടർച്ചയെന്നോളം വരുന്ന ഒരു ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെ, ഒരു മീഡിയത്തിലൂടെ ഒരു വേവ് കടന്നു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള വേവ്സ് ഒരു മാധ്യമത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും, ഈ എല്ലാ വേവുകൾക്കും മാധ്യമം ആവശ്യമുണ്ടോ എന്നൊക്കെ തരത്തിൽ ഒരു വേവിനെ നമുക്ക് ഇക്വേഷനായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ആ വേവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള വേവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററും കൂടി. ഇത്രയും ചാപ്റ്ററുകളാണ് സാധാരണ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആകെ 15 ചാപ്റ്റർ. എന്നാൽ ഇപ്രാവശ്യം ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പം സിലബസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയും. പക്ഷേ അതൊന്നും വ്യക്തമായിട്ട് ഇപ്പോഴും എന്താണെന്ന് ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പം എന്ത് ചെയ്യാം, സിലബസിൻ്റെ അളവൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചിലപ്പം എന്ത് ചെയ്യാം, ഒഴിവാക്കാനും സാധ്യതയുണ്ട്. എന്തായിക്കോട്ടെ, ഇപ്പോൾ ഇത്രയുമാണ് +1 നിങ്ങൾക്ക് ഫിസിക്സ് സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ഈ പാഠഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായ ഇത്തരത്തിൽ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. തരുന്ന ഹോംവർക്കുകൾ, അസൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ സെൻറ്റർ വഴി, നമ്മുടെ കോച്ചിങ് സെൻറ്റർ വഴി നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സിലൊരു ദൃഢലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വേണം. ഞാൻ +1 എക്സാം വരുമ്പോൾ എക്സാമിന് എനിക്ക് കഴിയുന്ന ഏറ്റവും മാക്സിമം സ്കോർ ഞാൻ വാങ്ങും, അല്ലെങ്കിൽ A+ തന്നെ ഞാൻ വാങ്ങും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ തുടക്കം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ, ഒരു പ്രയാസം കൂടാതെ നിങ്ങൾക്ക് A+ലേക്ക് അല്ലെങ്കിൽ ഉന്നത മാർക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. നമ്മൾ പിന്നേക്ക് വെക്കുന്ന സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ബാക്കിലായി പോകുന്നത്. അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് പറയുന്ന, അപ്പോൾ അസൈൻമെൻ്റ് ആയി കഴിഞ്ഞാലും എക്സാമുകളായാലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് നടത്തും. അപ്പോൾ ആ സമയങ്ങളിൽ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴും പഠനത്തിന് നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ചെയ്യാം. ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് ഓരോ സബ്ജക്റ്റ് ഇന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമെന്നൊക്കെ വെച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയോട് കൂടിയുള്ള പഠനമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ പക്കൽ നിന്നും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഫിസിക്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കതിൽ ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.